NDA സ്ഥാനാർത്ഥിയായി സംഗീത വിശ്വനാഥൻ ഇടുക്കി ജില്ലയിൽ മത്സരിക്കുമെന്ന് ഉറപ്പായി. BDJS മത്സരിക്കുന്ന ഇടുക്കി ഉടുമ്പൻചോല മണ്ഡലങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽ മത്സരിക്കുമെന്ന് സംഗീത വിശ്വനാഥൻ ഇടുക്കി വിഷ്ണുവോട് പറഞ്ഞു. MM മണിക്ക് പ്രതീക്ഷ അർപ്പിച്ച മണ്ഡലമാണ് ഉടുമ്പൻചോലയെന്നും എന്നാൽ ഇന്നത് അസ്ഥാനത്തായെന്നും സംഗീത വിശ്വനാഥൻ പറഞ്ഞു. ഞങ്ങളുടെ പ്രതി അനീഷ് തയ്യാറാക്കിയ റിപ്പോർട്ട്. നമ്മളോടൊപ്പം ഇപ്പോൾ ചേരുന്നത് സംഗീത വിശ്വനാഥനാണ്. BDJSന്റെ സംസ്ഥാന ഉപാധ്യക്ഷനാണ്. അതിലുപരി ഇടുക്കിക്കാർക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല, 2 തവണ നിയമസഭയിലേക്കും കഴിഞ്ഞ തവണ പാർലമെന്റിലേക്കും മത്സരിച്ച BDJSന്റെ മുഖമാണ്, ഇടുക്കിയിലെ മുഖമാണ്. മാഡം, വീണ്ടും ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുകയാണ്. അങ്ങയുടെ പേരൊക്കെ ഇരു മണ്ഡലങ്ങളിലും കേൾക്കുന്നുണ്ട്. BDJS 2 മണ്ഡലങ്ങളിലാണ് മത്സരിക്കുന്നത്, ഇടുക്കി ഉടുമ്പൻചോലയിൽ. BDJSനെ സംബന്ധിച്ചിടത്തോളം ഇടുക്കി ജില്ലയിൽ 2 മണ്ഡലമാണ് ഉള്ളത്, ഇടുക്കിയും ഉടുമ്പൻചോലയും. ഈ 2 മണ്ഡലത്തിലും എൻ്റെ പേര് നിലവിൽ പരിഗണനയിലുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്നായിരുന്നാലും കൂടുതൽ സ്പൈസസ് ബോർഡിന്റെ ചെയർപേഴ്സൺ എന്ന നിലയിൽ ഇവിടെ കർഷകർക്ക് വേണ്ടി കഴിഞ്ഞ കാലങ്ങളിലൊക്കെ പ്രവർത്തിച്ചതും അതുപോലെ തന്നെ മുൻ കാലങ്ങളിൽ ഇവിടെ സ്ഥാനാർത്ഥി ആയിരുന്നതുമായിട്ടുള്ള ഒരു പരിചയം, ആ പരിചയം തീർച്ചയായിട്ടും സ്ഥാനാർത്ഥിയായാൽ അത് ഉപകരിക്കുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഇനിയുള്ള ദിവസങ്ങളിൽ അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടായിരിക്കും. സ്ഥാനാർത്ഥിയാണെങ്കിൽ പാർട്ടിയുടെ തീരുമാനപ്രകാരം ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായിട്ടുണ്ടാവുമെന്ന് തന്നെയാണ്. ഈ ഇരു മണ്ഡലങ്ങളിലും ഇടതുപക്ഷത്തിന്റെ അധികായകന്മാരാണ് മത്സരിക്കുന്നത്. റോഷി അഗസ്റ്റിൻ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ KK ജയചന്ദ്രന്റെ പേര് കേൾക്കുന്നു. MM മണിയുടെ മണ്ഡലമാണ്. എങ്ങനെ നോക്കാം? നേരത്തെ ഇവിടെ നടന്ന കുറ്റപത്ര വായനയിൽ തന്നെ അതറിയാം. MM മണി ആയിരുന്നെങ്കിലും MM മണിക്ക് ജനങ്ങൾ പ്രതീക്ഷ അർപ്പിച്ച ആ മണ്ഡലമായിരുന്നു ഉടുമ്പൻചോല. പക്ഷെ ആ പ്രതീക്ഷകൾ ഇന്ന് ആസ്ഥാനത്താണ് എന്ന് ജനങ്ങൾ തന്നെ തിരിച്ചറിയുന്നു. കാരണം ഇന്ന് ഇവിടെ പ്രത്യേകിച്ച് പട്ടയ വിഷയം, എന്നും ഭൂവിഷയം ഒരു വലിയ വിഷയം തന്നെയാണ്. വന്യജീവി സംരക്ഷണത്തിന്റെ കാര്യത്തിലായാലും പ്രത്യേകിച്ച് ടൂറിസം മേഖലയിൽ യാതൊരു ഡെവലപ്മെന്റും ഇല്ലാതെ ഇരിക്കുന്ന ഒരു സമയത്താണ് യഥാർത്ഥത്തിൽ ഇവിടെ NDA എന്ന പ്രസ്ഥാനത്തിന് ഏറ്റവും പ്രസക്തിയേകുന്നത്. കാരണം ഭാരതം ഇന്ന് ലോകത്തിന് മാതൃകയാവുന്ന ഈ സാഹചര്യത്തിൽ ആ കേരളത്തിൽ അതിന്റെ ഒരു നിഴൽ പതിക്കാനായിട്ട് ഇവിടുത്തെ ഇന്നാട്ടിലെ MLA-മാര് ഇതുവരെ സമ്മതിച്ചിട്ടില്ല. അതിന് ഒരു സാഹചര്യം ഉണ്ടാക്കിയാൽ തന്നെയാണ് കേരളം രക്ഷപ്പെടുകയുള്ളൂ എന്ന് ഇന്നാട്ടിലെ ജനങ്ങൾ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് സുരക്ഷിതത്വവും സുസ്ഥിരതയും ഒക്കെയുള്ള ഡെമോക്രസിക്ക് വാല്യൂ കൊടുക്കുന്ന, ജനാധിപത്യത്തിന് ഒരു മുഖ്യ പരിഗണന കൊടുക്കുന്ന ഈ ഒരു രീതിയിൽ ഇവിടെ ഒരു ഭരണം ഉണ്ടാവണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നു. ആ മാറ്റത്തിനായി ജനങ്ങൾ കൂടെ ഉണ്ടാവും. എല്ലാവിധ ആശംസകളും. അപ്പം അങ്ങനെ തന്നെയാണ് സംഗീത വിശ്വനാഥൻ പറയുന്നത്. ഇടുക്കിയിൽ BDJS മത്സരിക്കുന്ന 2 സീറ്റിൽ ഏതെങ്കിലും ഒന്നിൽ ഇത്തവണ സ്ഥാനാർത്ഥിയായി സംഗീത വിശ്വനാഥൻ ഉണ്ടാവുമെന്ന് തന്നെയാണ് പറയുന്നത്. ശക്തമായ മത്സരം കാഴ്ചവെക്കുമെന്നുമാണ് മാഡം നമ്മളോട് പറഞ്ഞു വെക്കുന്നത്.